നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഗവർണർ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം VCയെ സസ്പെൻഡ് ചെയ്യുക എന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത് നാം കണ്ട കാഴ്ചയാണ്. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിനെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നുവെന്ന് തന്നെയാണ് സൂചന. മാത്രമല്ല, മറ്റൊരു വിവരം, ഗവർണർ ഇന്ന് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് സന്ദർശിക്കുമെന്ന സൂചന കിട്ടുന്നുണ്ട്. അഹമ്മദാബാദിലാണ് ഗവർണർ. അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തും. അന്വേഷണത്തിനായി സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് അദ്ദേഹം കത്ത് നൽകി. ഇത് സംബന്ധിച്ച് നാളെയോ മറ്റന്നാളോ തീരുമാനമുണ്ടാകും. അന്വേഷണത്തിന് ജഡ്ജിയെ കിട്ടിയാൽ ജുഡീഷ്യൽ കമ്മിറ്റി രൂപീകരണ നടപടികളിലേക്ക് കടക്കും. ഇത് സംബന്ധിച്ച നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിനോടും അദ്ദേഹം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജഡ്ജിയെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടാനും സാധ്യത വളരെ കൂടുതലാണ്. സംഭവത്തിൽ നിരോധിത സംഘടനയുടെ പങ്ക് ആരോപിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണത്തിനുള്ള സാധ്യത എളുപ്പമാകുമെന്നാണ് രാജ്ഭവന്റെ നിഗമനം. അതേസമയം വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം പുകയവേ സർക്കാരിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു ഗവർണർ. SFI കാട്ടിയതിന് സർവകലാശാല VCക്കെതിരെയായിരുന്നു ഗവർണർ നടപടിയെടുത്തത്. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞ SFI ഇപ്പോൾ ആകെ പ്രതിരോധത്തിലാണ്. ഗവർണർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ചാൻസലർ എന്ന നിലയിൽ സർവാധികാരി താൻ തന്നെയാണ് എന്ന് സർക്കാരിന് കൃത്യമായ സന്ദേശം ഗവർണർ നൽകി. കേരളത്തിലേത് മികച്ച പോലീസ് സേനയാണെന്ന് പ്രശംസിച്ച ഗവർണർ ഭരണ പാർട്ടി സമ്മതിച്ചില്ലെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യവും ഉന്നയിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. സർവകലാശാലകളിലെ ഹോസ്റ്റലുകൾ SFI താവളമാണെന്നും അവരത് ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ഗവർണർ വിമർശിക്കുകയുണ്ടായി. കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു. SFI പോപ്പുലർ ഫ്രണ്ട് ബന്ധമെന്ന ആരോപണവും അദ്ദേഹം ഉയർത്തിയിരുന്നു. ഒരു സർവകലാശാലയിൽ അനിഷ്ട സംഭവമുണ്ടായാൽ ഉടനടി VCക്കെതിരെ നടപടിയെടുക്കുന്ന പതിവ് സാധാരണ ഇല്ലാത്തതാണ്. അടിയന്തര ഘട്ടത്തിൽ ഏത് അധികാരികൾക്കെതിരെയും നടപടിയെടുക്കാൻ വെറ്റിനറി സർവകലാശാല നിയമത്തിലെ 8ാം വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചായിരുന്നു സസ്പെൻഷൻ. ഒരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും പതിവുള്ള കാര്യമല്ല. സർവീസിലുള്ള ജഡ്ജിയെ അന്വേഷണത്തിന് കിട്ടുന്നതും എളുപ്പമല്ല. ഒന്നുകിൽ വിരമിച്ച ജഡ്ജി അന്വേഷണത്തിന് നിയോഗിക്കപ്പെടും, ഇല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലിനുള്ള വഴിയിലേക്ക് ഗവർണർ എത്തുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാല ഗുരുതരമായ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു അലംഭാവം കാണിച്ചെന്നാണ് രാജ്ഭവൻ വിലയിരുത്തിയിരിക്കുന്നത്. 18-ന് മരണം നടന്നു. സർവകലാശാല അധികൃതർ അനങ്ങാൻ 4 ദിവസമെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും VCയോ ഡീൻ ഉൾപ്പെടെയുള്ളവരെയോ ഗൗരവത്തിൽ കണ്ടില്ല. തുടർന്ന് നീതി തേടി സിദ്ധാർത്ഥിന്റെ അച്ഛൻ 26-ാം തീയതി ഗവർണറെ സമീപിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്ന് DGPക്ക് ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹം ആ വീട് സന്ദർശിക്കുകയും ചെയ്തു. ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം കോളേജ് സന്ദർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.